ഒരു തേങ്ങ കിട്ടാൻ എന്താ വഴി? തേങ്ങയാ? ഓ രംഗം, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയണം. നീ എന്നെ മടുത്തോടി? നീ എന്നെ മടുത്തോന്ന്? ഇല്ല, ഇപ്പം മടുത്താലും അതിൽ അത്ഭുതമൊന്നുമില്ലല്ലോ. എന്നെ പോലെ ജോലിക്ക് പോവാത്ത, കുടുംബത്തിൻ്റെ കാര്യങ്ങളൊന്നും നോക്കാതെ, അല്ലെങ്കിൽ ഭാര്യയുടെയും മക്കളുടെ വിഷമങ്ങൾ എന്തെന്നറിയാത്ത എന്നെ നീ എന്നല്ല ഇപ്പം ഏത് പെണ്ണായാലും മടുക്കും. എന്ന് വലിയ കാര്യമില്ല. ഇങ്ങനെ ഓടിക്കൊണ്ട് കിടക്കല്ലേ നാട്ടുകാരെ നന്നാക്കാനായിട്ട്. പക്ഷെ തങ്കം, നീ ഒരു സാധാരണ സ്ത്രീ അല്ലടി. നീ ചെങ്കടലാണ്, നീ തീയാണ്, നീ പക്ഷിയാണ്, എൻ്റെ ശക്തിയാണ്, എൻ്റെ ദൈവമാണ് നീ. സത്യം. നിങ്ങൾക്ക് എന്താ പറ്റി? എവിടെയും തലയിടിച്ച് വീണ? അത് പോതങ്കം, എന്തെങ്കിലും കാര്യമായിട്ട് പറയുമ്പോ ചുമ്മാ തമാശയാക്കല്ലേ. എനിക്കറിയാം തങ്കം, ഇന്നേ വരെ ഞാൻ നിനക്ക് വേണ്ടി ഒരു സമയം ഇങ്ങനെ മാറ്റി വെച്ചിട്ടില്ലല്ലോ. ഒരു ടൂർ പോയിട്ടുണ്ടോ? ഒരു സിനിമയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ടോ? സ്നേഹത്തോടെ നല്ല രണ്ട് വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഇന്ന് നിനക്ക് വേണ്ടി ഞാൻ കുറേ സമയം മാറ്റി വെക്കാൻ പോകേണ്ടത്. തങ്കം, വാ, ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും. നമുക്കേ ഈ ഉദ്യാനത്തിലിരുന്ന് കുറേ നേരം വർത്താനം പറയാം. വേറെ ആരും വേണ്ട, ഞാനും നീ മാത്രം മതി. നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ. തങ്കം, എന്താ പറ്റിയേ? മറക്കാൻ പറ്റാത്ത രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളാണ് നമുക്കുള്ളത്. എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ നീ അവരെ നല്ലപോലെ നോക്കണം. അവരെ വിദ്യാഭ്യാസമൊക്കെ നന്നായിട്ട് നോക്കണം. അപ്പം ഞാൻ മാനത്തൊരു നക്ഷത്രമായിട്ട് ഇങ്ങനെ നിന്ന് അത് കണ്ട് സന്തോഷിക്കും. പക്ഷേ നീ വിഷമിക്കണ്ട, നമ്മുടെ മക്കളെ പഠിത്ത കാര്യമൊക്കെ നോക്കാനായിട്ട് ഒരാൾ വരും, ഒരു ദേവദൂതൻ. എനിക്കുറപ്പുണ്ട് അങ്ങനെ ഒരാളെ ദൈവം അയക്കും, എന്നെ ദൈവം നിയോഗിച്ചതുപോലെ. നിങ്ങൾ എന്തിനു നിയോഗിച്ച്? മെഡിക്കൽ കോളേജിൻ്റെ 16-ാം വാർഡ് 27ാമത്തെ ബെഡിൽ DDT പാർട്ടി പ്രവർത്തകൻ കല്ലാമ സതീഷിൻ്റെ അച്ഛൻ ഹാർട്ട് സർജറി കഴിഞ്ഞ് കിടക്കുകയാണ്. തൊട്ടടുത്തുള്ള ബെഡിൽ തീരാവശനായിട്ടൊരു ആൾ കിടക്കുക. അയാളുടെ കാൽക്കലിരുന്നു കൊണ്ട് ഒരു പെൺകുട്ടി പുസ്തകം വായിക്കുന്നുണ്ട്. പക്ഷെ അവളുടെ കണ്ണീര് ഒഴുകി വരികയാണ്. എന്തോന്നടാ? അല്ല, കഥാപ്രസംഗം പറഞ്ഞപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു മ്യൂസിക് വേണ്ടേ? ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗൗരവമായിട്ട് എന്തെങ്കിലും സംസാരിക്കണേനിടയിലും. അങ്ങനെ തങ്കം, ആ പെൺകുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, മോളെ എന്താ മോള് പഠിക്കണേ? അപ്പോൾ അങ്കിളെ ഞാൻ +2 പഠിക്കുകയാണെങ്കിലേ, പരീക്ഷയാണ്, ഫീസ് അടിക്കാൻ നിവൃത്തിയില്ല, അച്ഛൻ്റെ കുടുംബമൊന്നും നോക്കാതെ മദ്യപാനമായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരാളാണ്. എൻ്റെ അമ്മ അടുത്ത വീടുകളിൽ വീട്ടു ജോലി ചെയ്താണ് എന്നെ പഠിപ്പിക്കണത്. പക്ഷെ അമ്മയ്ക്ക് കുറച്ച് ദിവസമായിട്ട് ശ്വാസം വിട്ടായിട്ട് അമ്മയ്ക്ക് നിവൃത്തിയില്ല. അങ്ങനെ എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയത്തിലാണെങ്കിലേ ഞാൻ പഠിച്ചിട്ട് കൊച്ചിൻ്റെ കണ്ണീര് ആ പുസ്തകത്തിൽ വീണ് കണ്ടപ്പോൾ ഉണ്ടല്ലോ എൻ്റെ തങ്കം, എൻ്റെ മുത്തിന് എനിക്ക് ഒരു നിമിഷം ഓർമ്മ വന്നു. ഞാൻ ഈ പറഞ്ഞാലും ഒരു സ്പൂണ് പോലും നുണയൊന്നും ചേർത്തിട്ടില്ല, ഉള്ള സത്യമാണ് പറഞ്ഞത്. ആ കൊച്ചിൻ്റെ 7500 രൂപ ഫീസ് ഞാൻ അടച്ചോളാന്ന് വാക്ക് കൊടുത്ത് അതിനെ സന്തോഷിപ്പിച്ചിട്ടാണ് ഞാനിപ്പോൾ വന്നത്. സൂപ്പർ 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 സൂപ്പർ. നാളെ കൊടുക്കണം തങ്കം, അല്ലെങ്കിൽ എൻ്റെ മാനം പോവേ. ആക്കല്ലേ വലുത്. നാപ്പത്തല ക്ഷേത്രത്തിൽ ഉത്സവം കഴിഞ്ഞിട്ടില്ല. ഇപ്പം ഇവിടെ നടത്തിയ കഥാപ്രസംഗം അവിടെ പോയി നടത്തിയ 7500 കിട്ടിയില്ലെങ്കിൽ ഒരു 3000 ഒപ്പിക്കാൻ പറ്റും. നന്മമരം. എൻ്റെ കയ്യിൽ 10 പൈസ കിട്ടും നിങ്ങൾ വിചാരിക്കണ്ട. കാര്യമില്ല, പെട്ടെന്ന് വാ. എങ്ങോട്ട്? ഇവിടെ ഇറങ്ങി 4 പേരുടെ നാളെ പൈസ കൊടുക്കാൻ പറ്റത്തുള്ളൂ.